Hi everyone, welcome back to another class of Chemical Kinetics. ഇന്ന് നമുക്ക് Chemical Kineticsലെ പാർട്ട് 7 വീഡിയോ ആയിരുന്നു അരീനിഫിക്കേഷൻ. അരീനിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 7ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അരീനിഫിക്കേഷൻ എന്തായിരുന്നു? ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഞാൻ പറഞ്ഞു തരാം. K is equal to A e raised to minus EA by RT. അനദർ ഫോംസ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? log K2 by K1 is equal to EA by 2.303 R into T2 minus T1 by T1 T2 എന്നുള്ള ഇക്വേഷനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഇക്വേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആർ 45.1 minute inverse and 576 minute inverse at 20 degrees Celsius and 40 degrees Celsius respectively. Calculate the energy of activation of the reaction. എന്താണ് ഇവിടെ K1 and K2 തന്നിട്ടുണ്ട് അല്ലേ? 45.1 minute inverse എന്നും 576 minute inverse എന്നും, അതായത് K1ഉം K2ഉം. പിന്നെ 20 ഡിഗ്രി സെൽഷ്യസ് എന്നും 40 ഡിഗ്രി സെൽഷ്യസ് എന്നും ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് T1 20 ഡിഗ്രി സെൽഷ്യസ് എന്നും T2 40 ഡിഗ്രി സെൽഷ്യസ് എന്നും തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എനർജി ഓഫ് ആക്ടിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ EA ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. അതായത് K1 ആണ് 45.1 minute inverse, K2 576 minute inverse, T1 273 degrees 20 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നിട്ടുള്ളത്. ആ സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കാൻ വേണ്ടി 273 ആഡ് ചെയ്യണം. 20 ഡിഗ്രി സെൽഷ്യസിലുള്ളത് കെൽവിനിലേക്ക് ആഡ് ചെയ്യാൻ 273, രണ്ട് ടെമ്പറേച്ചറിനും 20 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതും 40 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതും 273 ആഡ് ചെയ്തിട്ട് അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാണാതെ അറിയും. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 8.314 എന്ന് നിങ്ങൾക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ ദ ഇക്വേഷൻ. ഇക്വേഷൻ എന്താണ്? log K2 by K1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2 എന്നുള്ള ഈ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. K2ഉം K1ഉം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. K2 576 എന്ന് തന്നിട്ടുണ്ട്. K1 45.1 എന്ന് തന്നിട്ടുണ്ട്. ദിസ് ഈക്വൽ ടു EA ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ EA ഇൻറ്റു T2 മൈനസ് T1 എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു T1ൻ്റെയും T2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ലോഗിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈക്വൽ ടു EA ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 293 ഇൻറ്റു 313 എന്ന് കിട്ടി. EAനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ EAനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 1.1062 എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടി? 97.12 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ബാക്കി എല്ലാ വാല്യൂസും ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. The rate of a particular reaction doubles when temperature changes from
27 degrees Celsius to 37 degrees Celsius. Calculate the energy of activation of the reaction. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇവിടെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, പക്ഷേ റേറ്റ് പറഞ്ഞത് റേറ്റ് ഓഫ് എ പെർട്ടിക്കുലർ റിയാക്ഷൻ ഡബിൾസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് റേറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല, പക്ഷേ പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, K1 എന്നുള്ളത് ഒരു ടേം എടുക്കുക, K2 എന്നുള്ളത് ആ ടേമിൻ്റെ ഡബിൾ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ K1 എന്നുള്ളത് നിങ്ങൾ എക്സ് എടുക്കുക എന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ K2 എന്നുള്ളത് എന്തെടുക്കുക, 2x എന്നെടുക്കുക. പറഞ്ഞത് മനസ്സിലായോ? എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? റേറ്റ് ഓഫ് എ പെർട്ടിക്കുലർ റിയാക്ഷൻ ഡബിൾസ് എന്നാണ്. അപ്പോൾ K1 എന്നുള്ളത് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിട്ട് K2 എന്നുള്ളത് 2x കൊടുക്കുക. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27ഉം 37ഉം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. T1 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നു, അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു. T2 37 കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു. K1 എക്സ് ആയിട്ടെടുത്തു. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞതുകൊണ്ട് K2 നമ്മൾ എന്താക്കിയെടുത്തു, 2x ആക്കിയെടുത്തു. ക്ലിയർ ആണല്ലോ? K2/K1 എന്നുള്ളത് അപ്പോൾ എന്തായി മാറും, 2x/x എന്നാവും. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോവും. K2/K1 എന്നുള്ള വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. ഓക്കെ, ആ എക്സ് എന്നുള്ള ടേം നമ്മൾ എടുത്തതാണ്, നിങ്ങൾക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ log K2/K1 is equal to EA/2.303 R into T2 minus T1 divided by T1 T2 എന്നുള്ള ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ log K2/K1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 2 എന്ന് കിട്ടി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A ഇൻറ്റു T2 മൈനസ് T1ൻ്റെ വാല്യൂ കൊടുക്കുക, ഡിവൈഡഡ് ബൈ 2.303. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ വാല്യൂ എത്രയാണ്, 8.314 ഇൻറ്റു T1 എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 300 ഇൻറ്റു 310. ക്ലിയർ ആണല്ലോ ഇതുവരെയുള്ളത്? ഇനി ഇയുടെ വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത് അല്ലേ. അപ്പോൾ ഇനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ EA ഈക്വൽ ടു log 2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തതാണത്. അപ്പോൾ മേലത്തെ ടേം അടിയിലേക്ക് വന്നിട്ടുണ്ട്. log 2ന് അവിടെ log 2ൻ്റെ വാല്യൂ കൊടുക്കുക. log 2ൻ്റെ വാല്യൂ 0.3010 ഇൻറ്റു 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 300 ഇൻറ്റു 310 ഡിവൈഡഡ് ബൈ മേലുള്ള 10 എന്നുള്ള ടേം താഴേക്ക് ഡിനോമിനേറ്ററിലേക്ക് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസ് വരാറുണ്ട്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാഫ് ലൈഫ് പീരിയഡിൻ്റെയൊക്കെ പ്രോബ്ലംസ് ചെയ്തിരുന്നു. വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നന്നായി കണ്ടതിന് ശേഷം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അരീനിയസ് ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാണ്. അരീനിയസ് ഇക്വേഷൻ K is equal to A e raised to minus EA/RT. Another form log K2/K1 equal to EA/2.303 R into T2 minus T1 divided by T1 T2. ഓക്കെ, നന്നായി വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.